അങ്ങനെ 2-2.5 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരാൻ സാധിച്ചത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കയറ്, കശുവണ്ടി, ടൂറിസം ഇതെല്ലാം തമിഴ്നാട് കൊണ്ടുപോയെന്നുള്ളതാണ് വാസ്തവം. മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ചില പ്രത്യേക സാഹചര്യത്താൽ ട്രെയിൻ വരേണ്ടി വന്നു. സാധാരണ നമ്മൾ സ്കൂട്ടറിലാണ് വരാറ്, സ്കൂട്ടറിലാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇത് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഞാൻ ജനുവരി 2-ാം തീയതി ഇവിടെ വന്നിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അന്നേരം ഇവിടെ അടച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ 3-4 വീഡിയോ കന്യാകുമാരിയുടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് രണ്ടാമതൊന്നും ചെയ്തില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ 1 മാസമായിട്ട് പനി അടിച്ച് അതിന് ശേഷം പനി മാറിയെങ്കിലും ചുമ മാറാതെ ഒക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്കൂട്ടർ യാത്ര ഒന്ന് ഒഴിവാക്കി ട്രെയിൻ വന്നതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ പുറത്തിറങ്ങണം. പുറത്തിറങ്ങി എന്താ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനാണ്. നമുക്കവിടെ പുറത്തിറങ്ങി പൂനെ കന്യാകുമാരി ട്രെയിനാണ് എനിക്ക് കിട്ടിയത്. തിരുവനന്തപുരത്ത് നിന്ന് 9 മണിക്കാണെന്ന് പറഞ്ഞ് 9:30 അവിടെ നിന്ന് കിട്ടി. ഇവിടെ ഇപ്പോൾ 12 മണിയായെന്ന് തോന്നുന്നു. സമയം കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, ഞാൻ നോക്കട്ടെ. സമയം 11:30 ആയപ്പോൾ ഇവിടെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ ധാരാളം ആട്ടോ എല്ലാം കാണാം. നമ്മൾ തൽക്കാലം ആട്ടോയിൽ കയറുന്നില്ല, നടന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഞാൻ ഫസ്റ്റാണ് ട്രെയിന് വരണത്, സാധാരണ സ്കൂട്ടറിലാണ് വരണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ 1 മാസത്തിന് മുമ്പ് എനിക്കൊരു പനി വന്നു. സാധാരണ എനിക്ക് കൊറോണ സമയത്ത് വാക്സിനേഷൻ എടുത്തപ്പോഴാണ് എനിക്ക് പനി വരണത്. അതിന് ശേഷം ഇപ്പോൾ ഇത്രയും നാൾക്ക് ശേഷമാണ് ഒരു പനി വരണത്. അത് 1 മാസത്തിന് മുമ്പാണ് പനി വരണത്. അതായത് നമ്മൾ ഭീമാപ്പള്ളി ഉറൂസിൻ്റെ വീഡിയോ എടുക്കുമ്പോഴാണ് എനിക്ക് പനി വരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ ഒരാഴ്ചക്കുള്ളിൽ പനി മാറിയെങ്കിൽ ചുമ ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ ആ ചുമ വിട്ട് മാറുന്നില്ല. അപ്പോൾ അത് നോർമലായിട്ട് തനിയെ മാറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുമ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തൊണ്ട മുറിയുന്നതൊക്കെയുള്ള വേദനയാണ്. അപ്പോൾ സാധാരണ എനിക്ക് 3-4 കൊല്ലം കൂടുമ്പോഴാണ് ഈ പനിയൊക്കെ വരുന്നത്. പനി വന്നാൽ ഒരാഴ്ച പാടുപെട്ടു പോകും. അപ്പോൾ ഇത്തവണ പനി വന്നപ്പോൾ ഇച്ചിരി പനി ഒരാഴ്ചക്കുള്ളിൽ മാറിയെങ്കിലും ഈ തൊണ്ടയുടെ പ്രശ്നം ഭയങ്കരമായിട്ടുള്ളൊരു തൊണ്ടയ്ക്കൊരു പ്രശ്നം വന്നു. അതുകൂടാതെ ഒരു കാലിന് ചെറിയൊരു പ്രശ്നം, ഈ റൈറ്റ് കാലും മുട്ട് മടക്കാനും നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് കേരളം മുഴുവൻ സഞ്ചരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പനി വന്നതിന് ശേഷം ഞാൻ മാക്സിമം കടിച്ചു പിടിച്ച് വലിച്ചാണ് 2-3-4 വീഡിയോ ഈ മാസം ഇടാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ പരമാർത്ഥം. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് ആണ് പോകുന്നത്. ട്രെയിനകത്തുള്ളവർ മുഴുവൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഒരു 10-200 പേര് കയറിയിരിക്കുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയ്ക്ക് ഇതായി ഈ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ അത്രയ്ക്ക് ആൾക്കാർ തിരക്കാണ്. അപ്പോൾ ഏതായാലും നമുക്കത് പോയാണ്. ഞാൻ ജനുവരി 2-ാം തീയതി ഇവിടെ വന്നതാണ്. ജനുവരി 2-ാം തീയതി വന്നപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നു. ഡിസംബർ 30-നാണ് തുറന്നിരുന്നത്, എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തത്.
എന്നാൽ ഞാൻ അത് പ്രമാണിച്ചിട്ടാണ് ജനുവരി 2-ാം തീയതി 2-ാം തീയതി വന്നപ്പോൾ അത് അടച്ചിരിക്കുന്നത്. 5-ാം തീയതി തുറക്കത്തുള്ളെന്ന് പറഞ്ഞ് അടച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വാക്സ് മ്യൂസിയത്തിൻ്റെ അടുത്ത് ഞാൻ എത്തി. ഉണ്ട് വണ്ടർ വാക്സ് മ്യൂസിയത്തിൻ്റെയൊക്കെ അടുത്തെത്തി. നമ്മൾ തൽക്കാലം ഇവിടെ കയറുന്നില്ല. നമ്മൾ നേരെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തിരക്കാണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് ചെന്ന് നോക്കുമ്പോൾ അറിയാം. അങ്ങനെ 2-2.5 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരാൻ സാധിച്ചത്. ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് 2-2.5 മണിക്കൂറാണ് ക്യൂ നിന്നത്. ടൂറിസം തമിഴ്നാട് കൊണ്ടുപോയി. കശുവണ്ടിയും കയറും ടൂറിസം എല്ലാം തമിഴ്നാട് കൊണ്ടുപോയി. 1 കിലോമീറ്റർ കൂടുതലാണ് ഒരു ക്യൂ. 2.5 മണിക്കൂർ നിന്നിട്ടാണ് ഇവിടെ വരാൻ പറ്റും. 3 മണിയായി. 12 മണിക്ക് എന്തോ കയറി നിന്നതാണ് ക്യൂവിൽ. വേലിയിറക്കം കാരണം ഇവിടെ ഇപ്പോൾ ട്രെഡ്ജിങ് നടന്നാൽ ബോട്ടുകളെല്ലാം 2-3 ബോട്ട് ഉറച്ചുപോയി. 3-4 ബോട്ട് ഉറച്ചുപോയി. 4 ബോട്ട്. അതിന് JCB ട്രെഡ്ജിങ് ഒന്നും നടക്കില്ല. ഇവിടെ JCB കൊണ്ടുവന്ന് മണ്ണ് മാറ്റുമെന്നാണ് പറയുന്നത്. ഭയങ്കര തിരക്കാണ്. ബോട്ട് ജെട്ടി. അങ്ങനെ ഇവിടെയും അടുത്ത ക്യൂ ആണ്. അടുത്ത ബോട്ട് വന്നാൽ അവർക്ക് ബോട്ടില്ല. ഒരു ബോട്ട് ഇവിടെ ഉറച്ചു കിടക്കുന്ന കാരണം 2 എണ്ണമാണ് ഇപ്പം പോകണമെന്ന് തോന്നുന്നു. കണ്ടാൽ തന്നെ അറിയാം. CISFിൻ്റെ 2 ജീപ്പ് വന്ന് കിടക്കണം. ലേഡീസ് സെപ്പറേറ്റ്, ജെൻസ് സെപ്പറേറ്റ്, അങ്ങനെയൊക്കെയാണ് ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ക്യൂ ആണ്. ഇവിടെ ഒരു ബോട്ടിൻ്റെ അഭാവം കാരണം ഭയങ്കര ക്യൂ ആണ്. അല്ലാതെ തന്നെ 1 കിലോമീറ്ററോളം ക്യൂവാണ് നിൽക്കുന്നത്. നമുക്കൊരു ലൈഫ് ഗാർഡ് എടുക്കാം. അങ്ങനെ ഒരു ലൈഫ് ഗാർഡൊക്കെ എടുത്ത് നമുക്കിനിപ്പോൾ ഇവിടുന്ന് 30 രൂപയുടെ ടിക്കറ്റ് കൂടെ ഉണ്ട്. അത് എടുത്തിട്ട് കയറാം. ഒരു ടിക്കറ്റ്. അപ്പം അങ്ങനെ നമ്മൾ സ്പെഷ്യൽ എൻട്രി പാസ് കൂടെ എടുത്തിരിക്കുകയാണ്. പുതിയതായിട്ട് സിമെൻ്റൊക്കെ ഇട്ട് പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയ സിമെൻറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്നത്. പിന്നെ പഴയ പ്രത്യേകിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാനല്ല, നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ്. എങ്കിലും ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. അതെ, മീനുണ്ട് കേട്ടോ. മീനെല്ലാം ഉണ്ട്.
പിന്നെ ഇത് പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ചെടികൾ, അൽവേര അൽവേര ചെടിയൊക്കെ ഉണങ്ങിയിരിക്കുന്നു, അൽവേരയല്ല. അപ്പോൾ നമ്മുടെ ബാഗ് വെക്കാൻ വേണ്ടി നോക്കിയിട്ട് രക്ഷയില്ല. ഏതെല്ലാം നമുക്ക് ചെരുപ്പ് കൂടി ഇട്ടിട്ട് പോകാം. വന്നവർ തിരിച്ചു പോകുന്നു, നമ്മൾ കയറാൻ പോകുന്നു. വെയിലും കൊണ്ട് വരുന്നത്, നല്ല വെയിലത്ത് വരുന്നവർ വെള്ള പെയിൻറ്റിലൂടെ നടക്കുക. വെള്ള പെയിൻറ്റിലാകുമ്പോൾ ചൂടധികം കിട്ടില്ല. അപ്പോൾ ഈ നേരെ കാണുന്നത് കന്യാകുമാരി ദേവിയുടെ തൃപ്പാദം പതിഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അതിപ്പോൾ ഒരു കോവിൽ പോലെയാക്കി എല്ലാം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ള പെയിൻ്റ് അടിച്ചതിലൂടെ നടന്നാൽ ഈ ചൂട് സമയത്ത് ചൂടറിയില്ല. ഇതിന് നല്ല തണുപ്പ്, ഇതിന് നല്ല ചൂട്. കണ്ട, ഇവിടെ വരുമ്പോൾ നല്ല ചൂടുണ്ട്, ഇതിൽ വരുമ്പോൾ തണുപ്പുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡല്ല, അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡല്ല. അതുകൊണ്ട് നമ്മളകത്ത് കയറുന്നില്ല. ഇവിടെ പ്രത്യേകം ബോർഡ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് വിവേകാനന്ദ മണ്ഡപം നേരെ കാണുന്നത്. അതിലൊരു ആംഗിളിൽ നമുക്ക് കാണാം. അകത്ത് ക്യാമറയ്ക്കൊന്നും പ്രവേശനമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഒരുപാട് ഗുസ്തി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് കടലൊക്കെ കാണാൻ നല്ല വൈവാണ്. പിന്നെ നല്ല ക്ലൈമറ്റ് കുഴപ്പമില്ല. കാറ്റുണ്ടെങ്കിലും ക്ലൈമറ്റ് നല്ലതാണ്, മഴക്കാറൊന്നുമില്ല. ഇവിടുന്ന് തിരുവള്ളുവറിൻ്റെ പ്രതിമയൊക്കെ കാണാം. ഈ നല്ല വെയിലാണ്, പക്ഷേ വെള്ള പെയിൻറ്റിലൂടെ നടക്കുമ്പോൾ കാല് പൊള്ളുന്നില്ല. നമുക്ക് ചെരുപ്പില്ലാതല്ലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ പൊക്കൽ നിന്നും കാണാൻ നല്ല രസമാണ്. ഇവിടെ നേരെ കാണുമ്പോൾ ഒരു മഞ്ഞ മണ്ഡപം നിങ്ങൾ കാണുന്നുണ്ട്. നേരെ അവിടെ ഇവിടെ നോക്കുക, വടക്കോട്ട് നോക്കുമ്പോഴൊരു മഞ്ഞ ഗോപുരം കാണാം. അതാണ് മാടൻ ക്ഷേത്രം. അപ്പോൾ മാടൻ ക്ഷേത്രത്തിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എടുത്ത് കാണുക. മാടൻ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നാലും നമുക്ക് നല്ല രീതിയിൽ സൺറൈസ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നേരെ നമുക്ക് കാഴ്ചയിൽ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ കൂടംകുളം എനിക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമറയിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അവിടെ വിൻഡും മില്ലും കൂടംകുളമൊക്കെ ഇവിടെ നിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി 2 ആനക്കുട്ടപ്പന്മാർ ഇവിടെ ഉണ്ട്. നമ്മൾ അവരെ എടുത്തില്ല എന്ന് ഉള്ള ഇത് വേണ്ട. എന്താ അപ്പം അതേപോലെ തന്നെ ഈ സൈഡിൽ ഒരു ആന അണ്ണൻ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാണ്? പ്ലീസ് ഡു നോട്ട് ടച്ച്. അണ്ണനെ തൊടരുത്, അണ്ണൻ തീവ്രവാദിയാണെന്നാണ് പറയുന്നത്. 2 ആന അണ്ണന്മാരെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കൂടുതൽ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ വിവേകാനന്ദൻ്റെ അടുത്ത് വന്ന്, അപ്പോൾ വിവേകാനന്ദൻ ഇവിടെ വന്നതിന് ശേഷമാണ് ലോക പര്യടനമൊക്കെ നടത്തുന്നത്. ഇവിടുന്ന് നമ്മളിനി തിരുവള്ളുവരെ കാണാൻ പോവുകയാണ്. തിരുവള്ളുവരെ കാണാനുള്ള പരിപാടിയാണ് ഇനി നമുക്ക് ചുമന്ന പരവതാനിയൊക്കെ വിരിച്ചാണ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോണത്. ഇപ്പോൾ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അണ്ണന്മാരെയൊക്കെ പണി പൂർത്തിയായില്ല, എങ്കിലും നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്ന് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. ഭാഗമായിട്ട് ഇവിടെ ശ്രദ്ധിച്ച് പോകണമെന്ന് പറയുന്നുണ്ട്. മെയിൻ്റനൻസ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. പണി ആക്ച്വലി പണി പൂർത്തിയായില്ല. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ കാൽപാദമൊക്കെ പതിഞ്ഞ് അപ്പോൾ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് ഉണ്ട്. അവൾ ഗ്ലാസ് ഉണ്ട്.
ആ ഇപ്പം ഞാൻ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ हाँ 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 ധാരാളം ആൾക്കാരാണ് ഗ്ലാസ് ബ്രിഡ്ജിലുള്ളത്. ടൂറിസ്റ്റുകൾ പതിവിൽ നിന്ന് ഇരട്ടി ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസുകാരെല്ലാം ഉണ്ട്. ഇത് നോക്കുന്നതിന് വേണ്ടി പോലീസുകാരെല്ലാം ഇവിടെ ഉണ്ട്. ആ തിരകളൊക്കെ വരുന്ന കാണാൻ നല്ല രസമാണ്. കല്ലിലടിച്ച് തിരകളൊക്കെ ഇങ്ങനെ പാറയിൽ വന്ന് അടിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി പോലീസ് ഓഫീസർമാരുണ്ട്, 2 പേരുണ്ട്. പിന്നെ ഇത് കിഴക്ക് എന്നുള്ള ദൃശ്യമാണ്. അപ്പോൾ 2 സ്ഥലത്തും പോലീസ് ഓഫീസർമാർ 2 പേര് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ചുമന്ന പരവതാനി വിരിച്ചുകൊണ്ടാണ് നമുക്ക് ഏതായാലും തിരുവള്ളൂർ പ്രതിമയിലേക്ക് നമുക്ക് പോകാനുള്ള അനുമതി അവർ തന്നിരിക്കുന്നത്. ഏതായാലും ചുമന്ന പരവതാനി വിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതേതായാലും മനോഹരമായിട്ടുണ്ട്. വർക്കുകൾ പൂർത്തിയായിട്ടില്ല, ഇനിയും ഉണ്ട്, പൂർണ്ണമാകാനുണ്ട്. വേ ടു തിരുവള്ളൂർ സ്റ്റേജ് റോഡിനകത്തേക്കാണ്. തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേളിലെ ഭാഗം കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ഹൈറ്റാണ്. 133 അടി ഉയരമാണ് ഈ തിരുവള്ളൂർ പ്രതിമയ്ക്കുള്ളത്. അതായത് 2000 വർഷത്തിന് മുമ്പ്, ചരിത്രം ഞാൻ പറയുന്നത് എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, എങ്കിലും ചുമ്മാ കയറിയപ്പോൾ പറഞ്ഞതാണ്. 2000 വർഷത്തിന് മുമ്പാണ് ഈ തിരുക്കുറൽ തിരുക്കുറലിൻ്റെ അതിൻ്റെ കാലപ്പഴക്കം പറയുന്നത് 2000 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ലൈറ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ ഈ സൈഡിലൂടെ ആണെന്ന് തോന്നുന്നു. ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട് കയറാം. ആ തിരുക്കുറലിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിള് പോലെ തന്നെ ഒരുപാട് ഭാഷകളിൽ അച്ചടിച്ചിട്ടുള്ള
ഒരുപാട് ഭാഷകൾ അച്ചടിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് തിരുക്കുറൾ. അത് 2 വരികളെ ഉണ്ടാകത്തുള്ളൂ, പക്ഷെ വളരെ അർത്ഥവത്തായ കാവ്യങ്ങളാണ് തിരുക്കുറളിൻ്റേത്. അതായത് ഒരു സംഘ കാലഘട്ടത്തിലെ ആണ് ഈ തിരുക്കുറൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടുന്ന് മേൽപോട്ടാണ് പോകേണ്ടത്. ധാരാളം സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് പോകേണ്ടത്. അപ്പം ഈ തിരുക്കുറളിൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ തമിഴിനേക്കാളും കുറച്ചുകൂടെ കൊടും തമിഴാണ്. എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു കാവ്യമാണ് ഈ തിരുക്കുറൾ എന്ന് പറയുന്നത്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അരങ്ങേറ്റം ഇടുന്നായിരുന്നു, അപ്പം പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റാച്ചുവിൻ്റെ താഴെ ധാരാളം ആൾക്കാരാണ്, ഒരു രക്ഷയില്ലേ. അതിൻ്റെ ബഹളമാണ്. ഒരു രക്ഷയില്ല. യൂട്യൂബ് ഇവിടെ നിന്ന് വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുക, അത്രയ്ക്ക് വലുപ്പമാണ്. നമ്മുടെ തലയേക്കാൾ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ വലുപ്പമുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ വലുപ്പമുണ്ട്. ഇതിൻ്റെ തള്ളവിരലിന് തന്നെ കണ്ട്, ഈ തള്ളവിരലിന് എൻ്റെ ശരീരത്തിൻ്റെ വലുപ്പം അത്രയും വലുപ്പമാണ് കാലിന്. ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന്. അതായത് 133 അടി ഹൈറ്റാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ബേസ്മെന്റ് ഉൾപ്പെടെ ആണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് കറങ്ങി നടക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ആ പാലത്തിൽ നിന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ വ്യൂ കിട്ടും, ഈ പ്രതിമയുടെ വ്യൂ കിട്ടും. സുനാമി കാലഘട്ടത്തിൽ ഇതിൻ്റെ മുകളിലെ കയ്യിലൊക്കെ ആൾക്കാർ തൂങ്ങി കിടന്നെന്നാണ് പറയുന്നത്, സുനാമി ടൈമിന്. അപ്പോൾ അതിൻ്റെ ഒരു സ്മാരകം താഴെ, സുനാമി സ്മാരകം താഴെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ആൾക്കാരെന്ന് സുനാമിയുടെ കാലഘട്ടത്തിൽ കുറച്ചധികം ആൾക്കാർ മരിച്ചതാണ്. അപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവർ ഇതിൻ്റെ മുകളിലെ കയ്യിലൊക്കെ തൂങ്ങിക്കിടന്നെന്നാണ് പറയപ്പെടുന്നത്. എർത്ത് ഇടിമിന്നലേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാചാലകം തയ്യാറാക്കിയിട്ടുണ്ട്. ഏതായാലും ഗ്ലാസ് ബ്രിഡ്ജ് അടിപൊളിയാണ്. നമ്മൾ ക്യാമറയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ നേർക്കാഴ്ചയിൽ ഇവിടെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാൻ വേണ്ടി നല്ല മനോഹരമാണ്. ഇവിടെ നിന്ന് ആണ് വിവേകാനന്ദ പാറയൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ട്, വിവേകാനന്ദ മണ്ഡപമൊക്കെ കാണാൻ നല്ല മനോഹരമായിട്ട് തോന്നി ഇവിടെ വെച്ചാണ്. വേണം ഒന്ന് സൂം ചെയ്തേക്കാം, തിരക്ക് കിട്ടത്തോളം. ഭയങ്കര തിരക്കാണ്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ കളുടെ തൊപ്പി വെച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേതോ സമാജത്തിൻ്റെ ആൾക്കാരെന്തോ ആണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ ഏതായാലും ആൾക്കാരിങ്ങനെ ഇത് നിരന്ന് കണ്ട ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. കണ്ട, ഒരു രക്ഷയില്ല. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് വന്നപ്പോൾ ഒന്നുകൂടെ ആൾക്കാർ കൂടി. 2 മണിക്കൂറിൽ 2-2.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കയറാൻ പറ്റിയത് തന്നെ. പന്തിരുകുലം കഥയിലെ വള്ളുവരല്ലേ, ആ വള്ളുവരാണ് ഈ വള്ളുവരെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇന്ന് അടുത്ത് നിന്ന് ഈ വ്യൂ കിട്ടത്തുള്ളൂ. മുമ്പ് ഇതിനകത്ത് മേൽപോട്ടും പ്രവേശനം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ തൽക്കാലം അത് നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മേൽപോട്ട് കയറാവുന്നതായിരുന്നു. ഇപ്പോൾ അത് തൽക്കാലം അങ്ങോട്ട് അവർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും അടിപൊളി വ്യൂ ആണ്. ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പിക്കാം, കയറ്, കശുവണ്ടി, ടൂറിസം ഇതെല്ലാം തമിഴ്നാട് കൊണ്ടുപോയെന്നുള്ളതാണ് വാസ്തവം. നമ്മളവിടെ തമ്മിലടിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി ദൂർത്തടിച്ച് ധനവിനിയോഗ ദൂർത്തും വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോയി 10-20 കോടി രൂപ വ്യവസായത്തിനാണെന്ന് പറഞ്ഞൊക്കെ കൊണ്ടുപോയി ദൂർത്തടിച്ച് ഇപ്പം തന്നെ ലാവോട്സിലൊക്കെ കൊണ്ടുപോയി 10 കോടിയും 15 കോടിയൊക്കെ കൊണ്ടുപോയാണ് ചിലവാക്കുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുപോയി ചിലവാക്കുന്നതല്ലാതെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് യാതൊരുവിധ ഡെവലപ്മെൻറ്റും അവിടെ നടക്കുന്നില്ല. തമിഴ്നാട് കൊണ്ടുപോയി ടൂറിസം, തമിഴ്നാട് കൊണ്ടുപോയി കശുവണ്ടിയും കൊണ്ടുപോയി, കയറും കൊണ്ടുപോയി. ഇപ്പോൾ ടൂറിസം തമിഴ്നാട് കൊണ്ടുപോയ അവസ്ഥയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്തിട്ടിരിക്കുന്നത്. ആളെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള കറക്റ്റായിട്ട് അറിയാം. ഇവിടെ ഇപ്പം 3 ബോട്ട് കറക്റ്റായിട്ട് സർവീസ് നടത്തിയിട്ടും
ഇത് ആളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ സ്പെഷ്യൽ ടിക്കറ്റ് 300 രൂപ, അതിന് പോലും 1/2 കിലോമീറ്ററോളം നീളത്തിൽ ക്യൂ അടക്കുകയാണ്. 2.5 മണിക്കൂർ നിന്നിട്ടാണ്, ഞാൻ 75 രൂപയുടെ പാസ്സാണ് കയറിയത്, 2.5 മണിക്കൂർ നിന്നിട്ടാണ് അതിനകത്ത് ഇവിടെ എത്താൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ ഈ തിരുവള്ളൂരിൻ്റെ ബേസ്മെൻറ്റ് വരെ ഇപ്പോൾ പ്രവേശനമുള്ളൂ. മുമ്പ് മുകളിലേക്കൊക്കെ കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇപ്പം മുകളിലോട്ട് അവർ വിടുന്നില്ല. ഞാൻ ഈ ബാഗൊന്നും ബാഗ് മാറ്റി. അപ്പം മുമ്പ് ഇങ്ങനെ മുകളിൽ വരെ കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം ഈ ബേസ്മെൻറ്റ് കാൽപാതയില്ല, അവിടം വരെ ഇപ്പം പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളുടെ കശുവണ്ടി വ്യവസായവും കയറ് വ്യവസായവും ടൂറിസവും തമിഴ്നാട് കൊണ്ടുപോയെന്നുള്ളതാണ് വാസ്തവം. അത്ര മനോഹരമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ നോക്കുക, നെയ്യാർ ഡാമിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. അവിടെ മാലിന്യങ്ങളും എല്ലാം കയറി, കുപ്പ കയറി എല്ലാം കിടക്കുകയാണ്. അത് വെട്ടിത്തെളിക്കാനോ വൃത്തിയാക്കാനോ ആരുമില്ല. 5 ഡിപ്പാർട്ട്മെൻറ്റുള്ള സ്ഥലമാണ് ഈ നെയ്യാർ ഡാം എന്ന് പറഞ്ഞാൽ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് എടുത്ത് കാണുക. അപ്പോൾ മനസ്സിലായി നമ്മുടെ ടൂറിസമൊക്കെ എങ്ങനെയാണ് പോകേണ്ടത്, നമ്മുടെ സർക്കാരൊക്കെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം എങ്ങനെയാണ് കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. എൻ്റെ വീഡിയോ, നെയ്യാർ ഡാമിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. 5 ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത്ര മലിനമായിട്ട് വൃത്തികളായിട്ട് കിടക്കും. ഇവിടെ എന്ത് നോക്കുക, ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്യണത്. 36 കോടി രൂപ എന്തോ മുടക്കിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ചുമന്ന നമ്മളെ ചുമന്ന പട്ട് വിരിച്ചിട്ടാണ് നമ്മളതിനകത്തേക്ക് കയറ്റുന്നത്. ഭാവിയിൽ ചിലപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാലത്തിൻ്റെ അവിടെ വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടി പാസ് വയ്ക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഏതായാലും അത്രയ്ക്ക് ആളാണ്. നേരത്തെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇരട്ടി ആളാണ്. ഇതിപ്പോൾ ഇട ദിവസമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ശനിയും ഞായറും ഇവിടെ നിന്ന് ഇരിക്കാൻ പോലും സാധിക്കത്തില്ല. ഇപ്പം തന്നെ 1/2 കിലോമീറ്ററിന് കൂടുതൽ ക്യൂ ആണുള്ളത്. ഏതായാലും ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. മുൻപ് ഇതിൻ്റെ മുകളിൽ വരെ കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും ഇത് സെപ്പറേറ്റ് പാസ്സാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ പൂർത്തിയാകാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മുകളിലേക്ക് പ്രവേശനം ഇല്ലാത്തത്. ഇതിൽ തന്നെയാണോ പുറത്തേക്കുള്ളത്? ഇതിൽ തന്നെയാണ് പുറത്തേക്ക് പോണത്. എതിരെയാണ്? ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംവിധാനം. ഇപ്പം നമ്മൾ ഇത് ബേസ്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ബേസ്മെൻറ്റ് ഉൾപ്പെടെ എന്തുവാണ് 133 അടി ഉയരം പറയുന്നത്. നല്ല കാറ്റാണ്, അടിപൊളി കാറ്റ്. ഇവിടെയും പ്രവേശനം ആനയുണ്ട്, 2 ആനയുണ്ട്. ആനയൊക്കെ വെച്ചിട്ടാണ് പ്രവേശനം. ചുമന്ന പരവതാനി വിരിച്ചാണ്. ഓഫീസർമാരൊക്കെ വരുന്നുണ്ട്, വേറെ ഏതോ ഓഫീസർമാരൊക്കെ, മിലിറ്ററി ഓഫീസർമാരൊക്കെ ആരൊക്കെ വരുന്നത് കേട്ടോ.